അപ്പൊ ഗൈസ് ഇതാണ് എൻ്റെ ആൻറ്റി. ഹായ്. സൗമ്യ എന്നാണ് പേര്. അമ്മയുടെ പേര് സന്ധ്യ എന്നാണ്. അതെ അതെ. എല്ലാവർക്കും ഹായ്. ഞങ്ങളുടെ പുതിയ ചാനലാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ബെൽ ബട്ടണും ചെയ്യണം കേട്ടോ. പിന്നെ ഡയന പറഞ്ഞതെല്ലാം കുറേയൊക്കെ ഭയങ്കര കത്തിയാണ്. എന്നിരുന്നാലും അവള് കുഞ്ഞിതല്ലേ, അപ്പോൾ ശരി കുറച്ചൊക്കെ തട്ടി വിടട്ടെ എന്ന് ഞാനും വിചാരിച്ചു. അപ്പോൾ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ വേറൊന്നുമില്ല, ചുമ്മാ ഇവളുടെ ആഗ്രഹമായിരുന്നു, ഭയങ്കരമായിട്ട് ആഗ്രഹമായിരുന്നു യൂട്യൂബ് ചാനൽ തുടങ്ങണം. എവിടെ പോയാലും എങ്ങനെ പോയാലും ഇവൾ ആദ്യം തന്നെ ഒരു ഫോൺ എടുത്തിട്ട് എപ്പോഴും ഹായ് ഗൈസ് എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് പറച്ചിലാണ്. അതുകൊണ്ട് ശരി ഒത്തിരി നാളായി ഇവള് പറഞ്ഞ കുഞ്ഞപ്പായുടെ ഭയങ്കര ആഗ്രഹം കൊണ്ടാണ് ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അതിലാണ് ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ നമ്മൾ എവിടം വരെ പറഞ്ഞു നിർത്തിയത്. എന്താ പറഞ്ഞു നിർത്തിയത്? ചുമ്മാ നീ കത്തി പറഞ്ഞോണ്ടിരുന്നത്. ഗൈസ് അത് എനിക്ക് ഓർമ്മ വെച്ച കാലം. പിന്നെ ഡയന കൊറേ കത്തി പറഞ്ഞു കേട്ടോ. അത്രയ്ക്കും ഇല്ല, ചിലതൊക്കെ സത്യമാട്ടോ ഗൈസ്. ചുമ്മാ പറഞ്ഞൊന്നുമല്ല, കുറച്ച് നേരായിരുന്നു കേട്ടോ. എല്ലാം പള്ളീനെ പറ്റി പറഞ്ഞ എല്ലാം കറക്റ്റാണ്. മാതാവ് പ്രത്യക്ഷപ്പെട്ടതാണ്. പിള്ളേർക്ക് 3 പിള്ളേര് ദാഹിച്ചു വന്നപ്പോൾ അവർക്ക് നീരുറവ് തെളിച്ചു കൊടുത്തു. അതാണ് അത്ഭുതയുറവയുണ്ട് കേട്ടോ ഞങ്ങളുടെ പള്ളിയിലുണ്ട്. നാളെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നാളെ രാവിലെ പോകുന്ന ഒറ്റക്കൽ കുരിശാണ് അത്. പൊക്കാൻ മേലാതെ നിന്നപ്പോഴത്തേക്കും മാതാവ് വൃത്തയുടെ രൂപത്തിൽ വന്നിട്ട് ഞാൻ സഹായിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാനും കൂടട്ടെ മക്കളെ അങ്ങനെയാണ് പൊക്കി അമ്മ സഹായിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. അങ്ങനെ ആ വലിയ പള്ളിയിൽ ഞങ്ങൾക്ക് ജനിക്കാൻ പറ്റിയതിന് ആദ്യം തന്നെ ദൈവത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു, മാതാവിനും. ഈ ഒരു വീഡിയോസ് എടുക്കുന്നതിന് വരെ ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നുണ്ട്. കാരണം വെച്ചാൽ എനിക്ക് ഇത്രയും വലിയ ആഗ്രഹമായിരുന്നു എനിക്ക് വീഡിയോസ് എടുക്കണം എന്ന്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് വീഡിയോ എടുക്കണമെന്നുണ്ട്. അപ്പം ഒരു ദിവസം എൻ്റെ ആൻറ്റി കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ആൻറ്റിയുടെ ഫോൺ എടുത്തിട്ട് ഞാൻ വീഡിയോ ഓൺ ആക്കിയിട്ട് വരും. യൂട്യൂബ് ചാനൽ അങ്ങനെയൊക്കെ കുറേ തട്ടിയൊക്കെ വിട്ടു. പിന്നെ എവിടെ പോയാലും, ബസ്സിൽ പോയാലും പള്ളിയിൽ പോയാലും എവിടെ പോയാലും കുഞ്ഞപ്പ എപ്പോഴും ഹായ് ഗൈസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞങ്ങൾ ശരി ഇപ്പോൾ കുറച്ച് നാളത്തേക്ക് ഇങ്ങനെ തുടങ്ങിയത്, യൂട്യൂബ് തുടങ്ങിയത്. അല്ലാതെ കുഴപ്പമൊന്നുമില്ല. നാളെ ഞാൻ പള്ളി പോണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും കാണിച്ചു തരാം. പിന്നെ അവിടെ കുറച്ച് ഇതൊക്കെ ഉണ്ട്, ആൽബം അങ്ങനെ എങ്ങാണ്ട് മ്യൂസിയം ഉണ്ട്. പിന്നെ ഗൈസ് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞങ്ങൾ തിരുവനന്തപുരത്ത് ഞാൻ ടൂറ് പോയി, 5ാം ക്ലാസ്സിൽ ടൂറ് പോയി കഴിഞ്ഞ വർഷം നവംബറിൽ 15-ാം തീയതി. അപ്പം ഞാൻ പോയപ്പം ഞങ്ങളിവിടെ നിന്ന് രാവിലെ 3:30 ആയപ്പോൾ എഴുന്നേപ്പിച്ച് ഞാൻ എന്നെ കൊണ്ടുവിട്ടിട്ട് അപ്പം പോയിട്ട് ഞങ്ങൾ വണ്ടിക്കകത്ത് പോവാം. രാവിലെ തൊട്ട് ഞങ്ങൾ കിടന്ന് ഡിസ്കോ കളിച്ച് ഞങ്ങൾ പഠിത്തു. പിന്നെ കുറച്ച് നേരം പ്രാർത്ഥന ഉണ്ടായിരുന്നു ബസ്സിലിരുന്ന്. പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ്. തിരുവനന്തപുരത്തെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഞങ്ങൾ ചെന്നപ്പോൾ അകത്തോട്ട് കയറണമെങ്കിൽ നമുക്ക് ഇച്ചിരി മുണ്ട് അതൊക്കെ ഉടുക്കണം. അതുകൊണ്ട് ഞങ്ങൾ അവിടെ ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ പോയി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് നോട്ടം ഞങ്ങൾ പോയതാണ് ബസ്സിൽ. എൻ്റെ പൊന്നെ, നമ്മൾ കാണാത്തത്ര മൃഗങ്ങൾ സൂവിൽ. എല്ലാത്തെയും കയറിയത് കുരങ്ങൻ്റെ സെക്ഷനിലാണ്. പിന്നെയാണ് ഞങ്ങൾ ബാക്കിയുള്ള മൃഗങ്ങളെ കണ്ടത്. അതിനുശേഷം ഹിപ്പോപ്പൊട്ടാമസിനെ കണ്ടു. പിന്നെ ആനേനെയൊക്കെ കണ്ടു, കുതിരേനെയൊക്കെ കണ്ടു. പിന്നെ കുറച്ച് ഗൈസ് ഞാനൊരു കാര്യം പറയട്ടെ. അവിടെ ബട്ടർഫ്ലൈ കുറേ ഉണ്ടെന്ന് എഴുതി കാണിച്ചേ. അപ്പോൾ ഞങ്ങൾ കുറേ നോക്കാത്ത ആകെ ഒരു 5-3 എണ്ണമൊക്കെ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ചോദിച്ചത് എന്നാന്ന് ചോദിച്ചു. ഒരു പറഞ്ഞ അതൊക്കെ ബാക്കിയുള്ളതൊക്കെ പറഞ്ഞു പോയി. പിന്നെ ഞങ്ങൾ ടൈഗറിനെ കണ്ടു. ഈ വൈറ്റ് ടൈഗറിനെയും സാധാ ടൈഗറിനെയും മൂങ്ങേനൊക്കെ കണ്ടു. പിന്നെ പോയ സെക്ഷനിൽ ഗൈസ് പാമ്പിൻ്റെ സെക്ഷനിൽ ഞങ്ങൾ പോയത്. കുറേ ഗ്രീൻ അനാക്കോണ്ടൊക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ ഗൈസ്. നമ്മളോർക്കും അനാക്കോണ്ട ഗ്രീൻ അനാക്കോണ്ട ഉണ്ട്. ഞങ്ങൾ അന്ന് പോയപ്പോൾ ഞങ്ങൾ കണ്ടായിരുന്നു. അല്ല വേണം ചോദിച്ചു നോക്കിക്കോ കൂട്ടുകാരോട്. ഗ്രീൻ അനാക്കോണ്ട ഉണ്ട്, ബാക്കിയുള്ള പാമ്പുകളല്ല. ഇപ്പം ഞങ്ങൾ പാമ്പിനെ കുറിച്ചാണ് ഗൈസ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പാമ്പ്
കുറച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കടലിൽ പോയി. കടലിൽ പോയപ്പോൾ തിരമാല കയറി വരണമെന്നുണ്ടെന്നും പറഞ്ഞ് ഞങ്ങൾ തിരമാല കടലിൽ ഇറക്കില്ല. 2 സ്ഥലത്ത് ഞങ്ങൾ ഇറക്കിയില്ല. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ചുമ്മാ ഫോട്ടോ എടുക്കാൻ. പിന്നെ അമ്പലത്തിന്റെ അകത്ത് കയറിയില്ല. ഇല്ല, അമ്പലത്തിൻ്റെ അകത്ത് കയറിയില്ല. ഞങ്ങൾ വെളിയിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നു. എന്നിട്ട് അതിൻ്റെ വെളിയിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ട് പിന്നെ കടലിൽ ഇറക്കിയില്ല. കടലിൽ ഇറക്കാത്തപ്പോൾ ഭയങ്കര തിരമാലയായിരുന്നു. അപ്പം എൻ്റെ കൂട്ടുകാർ കടലമ്മ കള്ളിന്ന് കുറേ നേരം പറഞ്ഞിട്ട് അവിടെ കിടന്ന് ഡാൻസ് കളിക്കുന്നു. കടലമ്മ കള്ളിന്ന് പറഞ്ഞു. എവിടെ ഒരു വെടി മിണ്ടായിരിക്കണേന്ന്. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ തിരിച്ചിങ്ങ് പോരാൻ. എന്നിട്ട് ഞാൻ സ്കൂളിൽ കിടക്കാൻ പറ്റും. ഞാൻ അവിടെ തന്നെ കിടന്നു. എനിക്ക് ഭയങ്കരമായിട്ടും ടയേർഡായി. ഞാൻ അവിടെ നിന്ന് ഒരു സൂത്രം മേടിച്ച് ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ അവിടെ നിന്ന് പിന്നെ ഇന്നാണെങ്കിൽ കുഞ്ഞപ്പ സ്കൂളിൽ പോയില്ല കേട്ടോ. കുഞ്ഞപ്പയ്ക്ക് ഇന്ന് കുഞ്ഞുമണി സ്കൂളിൽ പോയില്ല കേട്ടോ. ഇവക്ക് ഇന്ന് മടിയായിരുന്നു. ഇന്ന് പോകാനായിട്ട് മടിയായിരുന്നു. വയറുവേദനയാന്ന് പറഞ്ഞിട്ട് ഇന്ന് ആശുപത്രി കൊണ്ടുപോയി മരുന്നെല്ലാം മേടിച്ചു. ഇപ്പോൾ ഇരിക്കുന്നു. എന്നിട്ട് ഇപ്പൊ വീഡിയോ ചെയ്യാനായിട്ട് യാതൊരു കുഴപ്പവും ഇല്ല. ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് വയറുവേദന ഉണ്ട്, അത് നേരാ. പക്ഷേ ഇല്ല ഗൈസ്, ഞാൻ മടി പിടിച്ചിരിക്കും. എനിക്ക് രാവിലെ തൊട്ട് എനിക്ക് വയറുവേദനയൊക്കെ. ഞാൻ വെള്ളം അധികം കുടിക്കാത്തത് കൊണ്ട്. അപ്പം ആശുപത്രിയിൽ പോയിട്ട് ഞാൻ തിരിച്ച് വന്നിട്ട് മരുന്നൊക്കെ ചോറിൻ്റെ മരുന്ന് കഴിച്ചിട്ടേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. നാളെ ഞാൻ ഫുഡ് ഈറ്റിംഗ് ചലഞ്ച് ചെയ്യാൻ പോവാണ്. നമുക്ക് ഫുഡ് ഈറ്റിംഗ് ചലഞ്ച് ചെയ്യാം. ഞാനും ചുമ്മാ പറഞ്ഞ കേട്ടോ, ചുമ്മാ തട്ടി വിടുന്ന. അല്ല ഗൈസ്, നാളെ ഞാൻ ഉറപ്പായിട്ട് ഫുഡ് ഈറ്റിംഗ് ചലഞ്ച് ചെയ്യും. അത് സത്യമായിട്ട് നമുക്ക് നോക്കാം. നാളെ കുറച്ച് സാധനങ്ങളൊക്കെ ഷോപ്പ് ചെയ്തിട്ട് കാത്തിരിക്കിട്ട് കഴിക്കണം. അങ്ങനെയാണ് ഫുഡ് ഈറ്റിംഗ് ചലഞ്ച് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. അതൊക്കെയാണ്. പിന്നെ വേറെ ഒന്നുമില്ല. ഞങ്ങളുടെ വിശേഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ വന്ന് വീഡിയോയിൽ കുറച്ചായിട്ട് പറയാം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ബെൽ ബട്ടൺ ചെയ്യണം, എല്ലാം ചെയ്യണം കേട്ടോ. കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യണം ഞങ്ങളെ. ഓക്കെ, താങ്ക് യു. ബൈ ഗൈസ്.